സാറേ ഒന്ന് പരീക്ഷ ഭവനിൽ തിരക്കി നോക്കിയാൽ അറിയാം എന്റെ SLC ബുക്ക് ഇപ്പോഴും പരീക്ഷ ഭവനിൽ ഇരിക്കുന്നുണ്ട്. ഞാനിത് എന്റെ ഇപ്പൊ ഇറങ്ങാൻ പോണ സിനിമയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, MLA മണി 10ാം ക്ലാസ് ഗുസ്തി എന്നുള്ള പടത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ബുക്ക് ഇപ്പോഴും വിട്ടു വന്നിട്ടില്ല, ഇപ്പോഴും അവിടെ ഇരിക്കട്ടെ, നല്ല കാര്യമാണ്. അത് സന്തോഷമുള്ള കാര്യമാണത്. കാരണം അതിന്റെ മാൽ പ്രാക്ടീസ് ഓഫ് എക്സാമിനേഷൻ എന്നൊക്കെ പറയണം. പക്ഷെ സത്യത്തിൽ അതല്ല, കോപ്പി അടിക്കാൻ ശ്രമിച്ചതാണ്. സാരില്ല, ജയിക്കണേ ജയിച്ചോട്ടെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ ജയിച്ചില്ല, നന്നായി, ജയിക്കാൻ നന്നായി. ഈ 10ാം ക്ലാസ് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്ന വേഷങ്ങൾ എന്നിട്ട് ജില്ലാ കളക്ടറുടെ വേഷം, SP-യുടെ വേഷം, എന്തിനു പറയുന്നത്? ഈ അടുത്ത കാലത്ത് ഒരു പെണ്ണിന്റെ പ്രസവെടുത്ത ഡോക്ടറാണ് ഞാൻ. അപ്പൊ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, നല്ല മനസ്സുണ്ടാവും, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കും. നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയാലും ആരും ഒന്നും തിരിച്ചു കൊണ്ടുപോകാൻ പോണില്ല. നമുക്ക് ആകെ ചെയ്യുന്ന, നാട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ജനിക്കുമ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ മരിച്ചതിന് ശേഷമാണ് ചെയ്യണത്. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീടാണ് ചെയ്യണത്. മരിച്ചു കഴിഞ്ഞാൽ ഉടനടി എല്ലാരും കൂടി ആ 2 കാലാട് കൂട്ടിക്കെട്ടും. എന്താ വീണ്ടും എന്നിട്ട് ഓടുന്നു വിചാരിച്ചിട്ടാ? ഓടില്ല. ആദ്യം തന്നെ 2 പഞ്ഞെടുത്ത മൂട്ടിലേക്ക് തള്ളി കയറ്റി, ഇനി ശ്വാസം വിടരുത്. അതിന് കുറെ അരിയും കൂടുതൽ വായലുകൊണ്ട് ഇട്ടിട്ട് അടച്ചാണ്ട് വെക്കി, ഇനി ചോദിക്കും. ഇതാണ് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പ്രായമായ നമ്മുടെ മക്കള്, അത് അച്ഛനമ്മമാര് മക്കളെ പഠിപ്പിച്ച് വലിയ ഉന്നത നിലയിൽ എത്തിച്ചതിന് ശേഷം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവണത എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരെ മാസാമാസം പൈസ കൊടുത്ത് വൃദ്ധസദനത്തിലാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛനമ്മമാരെ നോക്കാൻ സമയമില്ല മക്കൾക്ക്. എല്ലാവരും ഭയങ്കര ബിസിയാണ്. എന്റെയൊക്കെ അച്ഛൻ എന്നെ പഠിപ്പിച്ച 10ാം ക്ലാസ് പഠിപ്പിച്ചോളെങ്കിലും 13 രൂപ 15 രൂപ കൂലിക്ക് ജോലിക്ക് പോകുമ്പോ ആ 15 രൂപ കൊണ്ട് ഏതാണ്ട് 15 ലക്ഷം കിട്ടുന്ന പോലെയായിരുന്നു അന്നത്തെ ഒരു ജീവിതം. അധികമൊന്നും വേണ്ട, ഒരു പരിപ്പ് കറി, 1 മുളക് കുത്തി മറ്റേ ഇഞ്ചിയും